ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം 2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ടോട്ടലായിട്ട് 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാറ്റർ കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 1 കപ്പ് പൊടിക്ക് എനിക്ക് 2.25 കപ്പ് വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ അതാ കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പൊ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണമെന്നില്ല. നമ്മൾ ഒരു ബൗളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൊടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പൊ മിക്സ് ചെയ്ത ജാറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ക്യാരറ്റിന്റെ പകുതി എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണെന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ചെറിയ ജീരകം ഓപ്ഷണൽ ആണ്, അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചതച്ച മുളക് ഉണ്ടല്ലോ, ചതച്ച മുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കാനായിട്ടൊന്നും ഇല്ല, നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ വരുവാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ മാവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതേപോലെ തന്നെ തൂവി കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിന്റെ ഫ്ലേവർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നല്ലെണ്ണയുടെ ഫ്ലേവർ ആണെങ്കിൽ നല്ലെണ്ണ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് മൂടിയിട്ട് വെക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഒരു സൈഡൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പൊ 2 സൈഡും നല്ലപോലെ തന്നെ മൊരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കാം. അധികം മൊരിയണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ 2 സൈഡും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിലാണ് കേട്ടോ നല്ല ടേസ്റ്റ്. നമുക്ക് ചമ്മന്തിയും ഒക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. രാവിലെ ഒരു 5 മിനിറ്റ് ഒക്കെ പോരാ ഉണ്ടാക്കിയെടുക്കാനായി. അരിയൊക്കെ കുതിർക്കാനായിട്ട് മാറുന്ന ദിവസമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്